വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിൽ വേരുറപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ BJP 18 പയറ്റുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് പ്രചാരണം ചൂടുപിടിക്കുന്നത്. കേരളത്തിലെ സ്റ്റാർ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുകയെന്ന ലക്ഷ്യത്തോടെ നിരവധി തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തിയത്. ഇപ്പോഴിതാ ഒരിക്കൽ കൂടി അദ്ദേഹം കേരളത്തിൽ എത്തുകയാണ്. വരുന്ന ഏപ്രിൽ 15-ന് കുന്നംകുളത്തെ പ്രചാരണ പരിപാടിയിലാണ് പ്രധാനമന്ത്രി പ്രസംഗിക്കുക. ചെറുവത്തൂർ ഗ്രൗണ്ടിൽ രാവിലെ 11 മണിക്കായിരിക്കും പൊതുസമ്മേളനം. ഇതിനു മുന്നോടിയായി റോഡ് ഷോയും ഉണ്ടാകും. എന്നാൽ BJPക്ക് ഒട്ടും പ്രതീക്ഷയില്ലാത്ത മണ്ഡലമാണ് ആലത്തൂർ. ആലത്തൂർ മണ്ഡലത്തിലെ കുന്നംകുളത്ത് പ്രധാനമന്ത്രി എത്തുന്നതിന് പിന്നിലെ രാഷ്ട്രീയ മാനങ്ങൾ ചർച്ചയാവുകയാണ്. അതിൽ ഒന്നാമതായി എടുത്തു പറയേണ്ടത് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ നിക്ഷേപകരുടെ പണം ആർക്കും നഷ്ടപ്പെടില്ലെന്നും അത് നിക്ഷേപകർക്ക് തിരിച്ചു നൽകുമെന്നുമാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. EDയെ മുൻനിർത്തി BJP കരുവന്നൂരിൽ നടത്തുന്ന നീക്കം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. മുൻ മന്ത്രി AC മൊയ്തീന്റെ സ്വാധീന മേഖല കൂടിയാണ് കുന്നംകുളം. കേസിൽ മൊയ്തീന് ED കുരുക്കിട്ട് കഴിഞ്ഞു. പിന്നാലെ മുൻ MPയും മുതിർന്ന CPM നേതാവുമായ PK ബിജു ഉൾപ്പെടെയുള്ളവർ പ്രതിക്കൂട്ടിലായി കഴിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അടുത്ത ബന്ധമുള്ളയാളാണ് PK ബിജുവെന്ന് മനസ്സിലാക്കി തന്നെയാണ് BJPയുടെ പുതിയ നീക്കം. സംസ്ഥാനത്തെത്തുന്ന പ്രധാനമന്ത്രി എന്തൊക്കെ പ്രചാരണങ്ങളാണ് നടത്താൻ പോവുകയെന്ന് കാണേണ്ടിയിരിക്കുന്നു. ആലത്തൂരിലെ NDA സ്ഥാനാർത്ഥി പാലക്കാട് വിക്ടോറിയ കോളേജിലെ റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ TN സരസുവാണ്. സരസുവിന് SFI പിള്ളേർ കുഴിമാടമൊരുക്കിയത് ഒരു കാലത്ത് ഏറെ ചർച്ചയായതാണ്. മാത്രമല്ല, പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായവും പ്രധാനമന്ത്രി പ്രകടിപ്പിക്കാനിടയുണ്ട്. SFIയുടെ അക്രമ രാഷ്ട്രീയമെന്ന ലേബലിൽ പിടിച്ച് CPMന്റെ നേർക്ക് വിരൽ ചൂണ്ടാനും അദ്ദേഹം ശ്രമിക്കുമെന്നും പറയുന്നു. അങ്ങനെയെങ്കിൽ ആലത്തൂരിൽ പ്രതീക്ഷയില്ലെങ്കിലും തൃശൂരിലേക്ക് അതിന്റെ കാറ്റ് വീശുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. പ്രധാനമായും മറ്റൊരു കാര്യം ചൂണ്ടിക്കാട്ടുന്നത് മാസപ്പടി കേസിലും എക്സാലോജിക് കേസിലുമെല്ലാം അന്വേഷണം നേരിടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കാര്യമാണ്. പ്രധാനമന്ത്രി കുന്നംകുളം സന്ദർശനം നടത്തി മടങ്ങിയ ശേഷം വീണ വിജയന്റെയും കരുവന്നൂർ കേസിൽ PK ബിജുവിന്റേതും ഉൾപ്പെടെയുള്ള അറസ്റ്റിനും സാധ്യതയും ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ CPMന് ദേശീയ തലത്തിൽ തന്നെ അത് വൻ തിരിച്ചടിയാകും. വീണയുടെ അറസ്റ്റ് ആഘോഷിക്കാൻ പ്രതിപക്ഷം ഒരുങ്ങുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ CPMും അണിയറയിൽ നീക്കം നടത്തുന്നുണ്ടെന്നാണ് അറിയുന്നത്. ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ സംഘർഷത്തിലേക്കും അത് സംസ്ഥാനത്തെ കൊണ്ടുചെന്നെത്തിച്ചേക്കാം. ഇതുമുതലെടുത്ത് BJPക്ക് മണ്ഡലങ്ങളിലെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനാവുകയും സ്റ്റാർ മണ്ഡലങ്ങളിലെ വിജയസാധ്യത ഉറപ്പിക്കാനാവുമെന്നും BJP കണക്കുകൂട്ടുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ആലത്തൂരിൽ BJPക്ക് കാര്യമായ മാറ്റമുണ്ടാക്കാനാവില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുൻ രാഷ്ട്രപതി KR നാരായണനടക്കം മത്സരിച്ച് ജയിച്ച ഒറ്റപ്പാലം മണ്ഡലമാണ് 2008-ലെ മണ്ഡല പുനർക്രമീകരണത്തെ തുടർന്ന് ആലത്തൂർ മണ്ഡലമായി മാറിയത്. ഒറ്റപ്പാലമായിരുന്നപ്പോഴും ആലത്തൂരായപ്പോഴും ഇത് SC സംവരണ മണ്ഡലമാണ്. ഇവിടെ നിന്ന് CPM നേതാവായ AK ബാലൻ, ചലച്ചിത്ര സംവിധായകൻ ലെനിൻ രാജേന്ദ്രൻ തുടങ്ങിയവർ പരാജയത്തിന്റെ രുചി അറിഞ്ഞിട്ടുണ്ട്. ഇവിടെ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ജീവിത പ്രശ്നങ്ങളാകും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. തികഞ്ഞ ഒരു ഗ്രാമീണ മേഖലയാണ് ആലത്തൂർ മണ്ഡലം. ആലത്തൂർ പാർലമെന്റ് മണ്ഡലം തിരൂർ, ചിറ്റൂർ, നെന്മാറ, ആലത്തൂർ, ചേലക്കര, കുന്നംകുളം, വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ്. 2021-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലങ്ങളിലും LDFനാണ് മേൽക്കൈ. എന്നാൽ 2019-ലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സ്ഥിതി നേരെ മറിച്ചായിരുന്നു. KR നാരായണൻ ഉപരാഷ്ട്രപതിയായപ്പോൾ 1993 മുതൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ് മുതൽ ഇടത് കോട്ടയായി ഇവിടെ മാറുകയായിരുന്നു. ഇടതുപക്ഷ പ്രതിനിധികളായ S ശിവരാമനെയും അജയകുമാറിനെയും PK ബിജുവിനെയും തുടർച്ചയായി ജയിപ്പിച്ചു. ആലത്തൂർ പാർലമെന്റ് നിയോജക മണ്ഡലം അതോടെ ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമായി. 2021-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ തന്നെയാണ് വിജയിച്ചിട്ടുള്ളത്. 2019-ലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വ്യാപകമായ പ്രതിഷേധത്തിനിടയാക്കിയ ഇടത് നേതാവിന്റെ പരാമർശമാണ് കോൺഗ്രസിന് തുണയായത്. രമ്യ ഹരിദാസ് പാട്ടുപാടി ജയിക്കുവാൻ അത് കാരണമായി. വലിയ ഭൂരിപക്ഷത്തിനാണ് രമ്യ ഹരിദാസ് അന്ന് ജയിച്ചത്. അന്ന് സിറ്റിംഗ് MPയായ PK ബിജുവിനെ തോൽപ്പിച്ചാണ് ആലത്തൂർ മണ്ഡലത്തിന്റെ പ്രതിനിധിയായി കോൺഗ്രസിന്റെ രമ്യ ഹരിദാസ് പാർലമെന്റിലെത്തിയത്. എന്നാൽ ഇന്ന് സ്ഥിതി മറിച്ചാണ്. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ആലത്തൂരിലെ ജനങ്ങൾക്ക് പരിചിതനും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ബന്ധങ്ങളുള്ള K രാധാകൃഷ്ണനാണ്. നിലവിൽ സംസ്ഥാനത്തെ മന്ത്രിയാണ്.
മുൻപ് സ്പീക്കറും മന്ത്രിയും തൃശൂർ ജില്ലയുടെ CPM സെക്രട്ടറിയുമായിരുന്ന അദ്ദേഹത്തിനെ ജനങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എപ്പോഴും സമീപിക്കാമായിരുന്നു. അദ്ദേഹത്തിനുള്ള മണ്ഡലത്തിലെ ബന്ധങ്ങൾ മറ്റൊരു രാഷ്ട്രീയ നേതാവിനും കാണുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ പാട്ടുപാടി ജയിക്കാൻ രമ്യ ഹരിദാസിന് സാധിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത്.